നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ 2 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഇപ്പോൾ 2 കളികളും വിജയിച്ച 6 ടീമുകൾ ബയേൺ, റയൽ, PSG, ഇൻ്റർ, ആഴ്സണൽ, കറാബാഗ് ടീമുകളാണ്. എന്നാൽ 4 പോയിൻറ്റുമായിട്ട്, അതായത് തോൽക്കാത്ത ടീമുകൾ, ഒരു വിജയം, ഒരു സമനില അങ്ങനെ നിൽക്കുന്നവരുമുണ്ട്. അത് ഡോട്ട്മുണ്ടും സിറ്റിയും ടോട്ടനമുമാണ്. പിന്നെ ഒരു വിജയം, ഒരു തോൽവി എന്ന രൂപത്തിൽ നിൽക്കുന്നവ ടീമുകളാണ് അത്ലറ്റിക്കോ മാഡ്രിഡും, ന്യൂകാസിൽ യുണൈറ്റഡും, ബാഴ്സയും, ക്ലബ് ബ്രൂഗയും, സ്പോർട്ടിങ്ങും, ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടും, FC ബാഴ്സലോണയും, ലിവർപൂളും, ചെൽസിയും, നാപ്പോളിയും, യൂണിയൻ SGയും, ഗാലറ്റസറായും, അറ്റലാന്റയും. ഇവർക്ക് 3 വീതം പോയിൻറ്റുകളാണ്. അതായത് 22 സ്ഥാനം അങ്ങനെ തന്നെയായി. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആദ്യ 24 സ്ഥാനക്കാർക്കാണ് മുന്നോട്ട് പോകാൻ സാധ്യത. ആദ്യ 8 സ്ഥാനക്കാർ നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്കും 9ാം സ്ഥാനം മുതൽ 24ാം സ്ഥാനം വരെയുള്ളവർ പ്ലേ ഓഫിലേക്കും കടക്കും. ബാക്കി താഴെയുള്ളവർ പുറത്താകും. നമുക്കറിയാവുന്ന സിസ്റ്റമാണത്. കഴിഞ്ഞ തവണ മുതൽ UCL അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ 2 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ കൂടുതൽ കിരീട സാധ്യത ആർക്കാണ്? ടീമുകളുടെ പ്രകടനങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. പലരും ഇപ്പോൾ തന്നെ വിലയിരുത്തിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ UCL പവർ റാങ്കിങ്. കൂടുതൽ കിരീട സാധ്യതയാർക്കാണ്? അപ്പം 36ാം സ്ഥാനത്ത്, അതായത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത അല്ലെങ്കിൽ 0 കിരീട സാധ്യത എന്ന് പറയാവുന്ന ടീം ഖൈറാത്ത് അൽമാറ്റിയാണ്. ഖൈറാത്തിനെ സംബന്ധിച്ചിടത്തോളം UCLലേക്ക് യോഗ്യത നേടിയത് തന്നെ വലിയ കാര്യം എന്ന തരത്തിൽ കണക്കാക്കുന്ന ടീമാണ്. ഇത്തവണ അവർ വലിയ മാർജിനിൽ റയൽ മാഡ്രിഡിനോട് പരാജയപ്പെടുകയും ചെയ്തു. ഏകപക്ഷീയമായ 5 ഗോളുകൾക്കാണ് ഖൈറാത്തിനെ അവരുടെ മൈതാനത്ത് പോയിട്ട് റയൽ തോൽപ്പിച്ചത്. ഖൈറാത്തിൽ നിന്ന് മികച്ചൊരു പ്രകടനം ആരും പ്രതീക്ഷിക്കുന്നുമില്ല. 36ാം സ്ഥാനത്താണ് അവർ. 35ാം സ്ഥാനത്ത് സ്ലാവിയ പ്രാഹയാണ്. സ്ലാവിയ പ്രാഹയുടെ കാര്യത്തിലും ആരാധകർ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാച്ച് വീക്കിലും അവർ പരാജയപ്പെട്ടു. ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് അവരെ ഇൻ്റർ മിലാൻ പരാജയപ്പെടുത്തിയിരുന്നു. മുന്നോട്ടുള്ള പോക്കിലും വലിയ പ്രതീക്ഷയൊന്നും സ്ലാവിയ പ്രാഹയ്ക്കില്ല. 34ാം സ്ഥാനത്താണ് പെഫോസ് ഉള്ളത്. പെഫോസിൻ്റെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ്. വലിയ പ്രതീക്ഷയൊന്നും ആരും വെക്കാത്ത ടീമാണ് പെഫോസ്. സോ അവർ 34ൽ നിൽക്കുന്നു. 33ാം സ്ഥാനത്താണ് അയാക്സ്. അയാക്സിന് ആ മികവൊന്നും ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡച്ച് വമ്പന്മാരിൽ നിന്ന് കൂടുതൽ മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ മിഡ് വീക്കിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് അവരെ മാഴ്സെ പരാജയപ്പെടുത്തിയത്. വലിയ പ്രതീക്ഷ എന്തായാലും ഇപ്പോഴില്ല. 32ാം സ്ഥാനത്താണ് ഒളിമ്പിയാക്കോസ് ഉള്ളത്. 31ാം സ്ഥാനത്ത് ബെൻഫിക്ക പതിയെ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരുള്ളത്. കാരണം കോച്ചായിട്ട് ഹോസെ മൊറീഞ്ഞോ വന്നല്ലോ. ആദ്യ മാച്ച് വീക്കിൽ അവർ കറാബാഗിനോട് തോറ്റിരുന്നു. അതൊരു വലിയ തിരിച്ചടിയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ബെൻഫിക്ക ഹോസെ മൊറീഞ്ഞോയെ കോച്ചാക്കി കൊണ്ടുവരുന്നത്. ചെൽസിക്കെതിരെ അവർ നല്ല പോരാട്ടം നടത്തി, പക്ഷേ 1 ഗോളിന് പരാജയപ്പെട്ടിട്ടുണ്ട്. 31ാം സ്ഥാനത്താണ് ബെൻഫിക്കയെങ്കിൽ 30ാം സ്ഥാനത്താണ് PSV ഐൻഡോവൻ. മറ്റൊരു ഡച്ച് വമ്പന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളവും ഈ സീസണിൽ അത്ര വലിയൊരു പ്രതീക്ഷയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലെവർക്യൂസനോട് 1-1 സമനിലയിലാണ് ഈ മാച്ച് വീക്കിൽ അവർ പിരിഞ്ഞത്. 29ാം സ്ഥാനത്താണ് കോപ്പൻഹേഗനും ഈ പറഞ്ഞ പോലെ വലിയ പ്രതീക്ഷ ആരും വെക്കാത്തൊരു ടീമാണ്. അതേസമയം 28ാം സ്ഥാനത്താണ് യൂണിയൻ SG ഉള്ളത്. 27ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൻ. സാബിയോ അലോൺസോ കോച്ചായിരുന്നപ്പോൾ എവിടെ കിടന്ന ടീമാണെന്ന് നോക്കണം. ഇപ്പോൾ അത്ര ഒരു മികവ് അവർ പുലർത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 27ാം സ്ഥാനത്താണ് ഈ പവർ റാങ്കിങ്ങിൽ അവർ വരുന്നത്. 26ാം സ്ഥാനത്ത് ബോഡോ ഗ്ലിംറ്റ് വരുമ്പോൾ 25ാം സ്ഥാനത്താണ് സ്പോർട്ടിംഗ് CP ഉള്ളത്. 24ാം സ്ഥാനത്ത് ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് അത്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 5-1 എടുത്തിട്ട് അലക്കുകയായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് ചെയ്തത്. അത്ലറ്റിക്കോ ഇപ്പോൾ മികച്ച ഫോമിലാണ് എന്ന കാര്യം കൂടി ഓർക്കണം. 23ാം സ്ഥാനത്താണ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ. അത്ലറ്റിക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മികവ് എന്തുകൊണ്ടോ ഈ സീസണിൽ അവർക്ക് പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഡോട്ട്മുണ്ട് 4-1 ഈ മിഡ് വീക്കിൽ അവരെ പരാജയപ്പെടുത്തിയത്. 22ാം സ്ഥാനത്ത് ക്ലബ് ബ്രൂഗെ വരുമ്പോൾ 21ാം സ്ഥാനത്താണ് മൊണോക്കോയുള്ളത്. സിറ്റിയെ അവർ സമനിലയിൽ പിടിക്കുന്നതാണ് നമ്മൾ ഈ മിഡ് വീക്കിൽ കണ്ടത്. 20ാം സ്ഥാനത്ത് കറാബാഗ് എല്ലാവരെയും ഞെട്ടിക്കുകയാണ്.
തുടർച്ചയായ വിജയങ്ങളിലേക്ക് അവർ കടന്നുപോയിരിക്കുന്നു. അപ്പം ആദ്യം ബെൻഫിക്കയ്ക്ക് പണി കൊടുത്ത കറാബാഗ് ഇപ്പോൾ കോപ്പൻഹേഗനെയാണ് 2-0 പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അവർ നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ എന്തായാലും അവർ 20ാം സ്ഥാനത്ത് നിൽക്കുന്നു. 19ാം സ്ഥാനത്താണ് ഗാലറ്റസറായി. ഗാലറ്റസറായി ലിവർപൂളിന് പണി കൊടുത്തു. ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയം. ഗാലറ്റസറായി ഇത്തവണ തുർക്കിഷ് ഫുട്ബോളിൻ്റെ മാനം കാത്തുകൊണ്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. 18ാം സ്ഥാനത്ത് VRL വരുന്നു. VRLനെ സംബന്ധിച്ചിടത്തോളം യുവൻറ്റസിനെതിരെ അവർ 2-2 സമനില പിടിച്ചു. മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ ആരാധകർക്കുണ്ട്. 17ാം സ്ഥാനത്താണ് അറ്റലാൻ്റ വരുന്നതെങ്കിൽ 16ാം സ്ഥാനത്ത് ഒളിമ്പിക് മാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ വിജയം, നല്ലൊരു വിജയം, ഏകപക്ഷീയമായ 4 ഗോളിൻ്റെ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. സൂപ്പർ താരങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഫ്രഞ്ച് ടീമിനുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി അടുത്തത് 15ാം സ്ഥാനത്താണ് ന്യൂ കാസിൽ യുണൈറ്റഡ് ഉള്ളത്. ഇംഗ്ലീഷ് വമ്പന്മാർ ഇത്തവണ ചിലതൊക്കെ ഉറച്ചാണ് എന്ന് തോന്നുന്നു. ഏതായാലും ന്യൂ കാസിൽ കഴിഞ്ഞ മത്സരം വിജയിക്കുകയുണ്ടായി. ആരാധകർക്ക് വലിയ പ്രതീക്ഷ അവരുടെ കാര്യത്തിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നോക്കുക, അവർ വിജയിച്ച് കയറിയത് ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് യൂണിയൻ SGക്കെതിരെ. മുന്നോട്ട് പോകാൻ പറ്റും. യൂണിയൻ SG അത്ര ശക്തമായിട്ടുള്ളൊരു ടീമൊന്നും അല്ലെങ്കിൽ പോലും വരും മത്സരങ്ങളിലും ന്യൂകാസിൽ അവരുടെ പ്രകടനം തുടരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. 14ാം സ്ഥാനത്താണ് യുവൻറ്റസിനെ സംബന്ധിച്ചിടത്തോളം സമനിലയാണ് VRLനോട് ഇത്തവണ പിടിച്ചത്. എന്തായാലും അവരും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരാധകർ കരുതുന്നത്. 13ാം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ട് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ 4-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കൗട്ട് സ്റ്റേജിലേക്ക് അവർ കടക്കും, മുന്നോട്ട് പോകും എന്ന് തന്നെ കരുതാം. 12ാം സ്ഥാനത്താണ് ടോട്ടനം ഹോട്ട്സ്പർ ഉള്ളത്. ടോട്ടനം ഹോട്ട്സ്പറിനെ സംബന്ധിച്ചിടത്തോളം അവർ ബോഡോ ഗ്ലിംറ്റിനെതിരെ സമനിലയിൽ പിരിഞ്ഞു. അവരുടെ സാധ്യത ഒരൽപ്പം മങ്ങിയിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ മാച്ച് വീക്ക് കഴിഞ്ഞപ്പോഴുള്ള അത്രയും മികവിലല്ല അവരെ ഇപ്പോൾ എല്ലാവരും കാണുന്നത്. 11ാം സ്ഥാനത്ത് അത്ലറ്റിക്കോ കുതിച്ചുയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റയലിനെ പരാജയപ്പെടുത്തി. കാരണം ഈ സീസണിലും തപ്പിത്തടഞ്ഞ് തുടങ്ങിയതാണ്. പക്ഷേ റയലിനെ പരാജയപ്പെടുത്തി. അത് ലലീഗയിൽ അതിൻ്റെ ഒരു മികവിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിന് 5-1 തീർത്തു. ഹൂലിയൻ ആൽവാരസൊക്കെ മിന്നും ഫോമിലാണുള്ളത്. അവരിൽ വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. 10ാം സ്ഥാനത്താണ് നാപ്പോളി ഉള്ളത്. KDBയുടെ മികവ് നമ്മൾ കണ്ട മത്സരം, റാസ്മുസ് ഹോയ്ലൻഡിൻ്റെ ഇരട്ട ഗോളുകൾ കണ്ട മത്സരം. നാപ്പോളി 2-1 സ്പോർട്ടിങ്ങിനെ പരാജയപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ KDB പറയുന്നത് എന്താണെന്നറിയാമോ? ഹാലൻഡിൻ്റെ അതേ മികവ് ഹോയ്ലൻഡിനും ഉണ്ട് എന്നാണ്. ഹാലൻഡിനെ ഗോളടിക്കാൻ ഏറെ സഹായിച്ച KDB ഹോയ്ലൻഡിന് അതുപോലെയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ നാപ്പോളി ഇനിയും മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. ചെൽസിയാണ് 9ാമത്. എന്താണ് ചെൽസിക്ക് പറ്റുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാധകർക്കുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരങ്ങളിലും ഒക്കെ ആയിട്ട് അവർ തപ്പിത്തടയുകയായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്തായാലും വിജയിച്ച് കയറിയിട്ടുണ്ട്. ലോക ചാമ്പ്യന്മാരാണ്. വരും മത്സരങ്ങളിൽ കൂടുതൽ മികവിലേക്ക് അവരെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 8ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി. വിജയിക്കുമെന്ന് തോന്നിച്ച മത്സരം മൊണോക്കോക്കെതിരെ ഒടുവിൽ ഒരു പെനാൽറ്റി വഴങ്ങി സമനിലയിൽ പിരിയുകയാണ് ഈ മിഡ് വീക്കിൽ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഏർലിംഗ് ഹാലൻഡൊക്കെ നല്ല ഫോമിലാണ്. ഇരട്ട ഗോളുകൾ അദ്ദേഹം നേടുകയുണ്ടായി. പെപ് ഗാർഡിയോളയുടെ ടീം മുന്നോട്ട് പോകും, നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും അവർക്ക് മുന്നോട്ട് കുതിക്കാൻ കഴിഞ്ഞേക്കും. 7ാം സ്ഥാനത്താണ് ഇന്റർ മിലാനുള്ളത്. ലൗട്രോയുടെ മികവിൽ അവർ വിജയിച്ചു ചേർന്ന കാഴ്ചയാണ് സ്ലാവിയ പ്രാഹക്കെതിരെ കണ്ടത്. ഏകപക്ഷീയമായ 3 ഗോളിൻ്റെ വിജയമായിരുന്നു. പോയ സീസണിലെ ഫൈനലിസ്റ്റുകളാണ്. ഇത്തവണയും അവർ മികവ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6ാം സ്ഥാനത്താണ് ലിവർപൂൾ. കഴിഞ്ഞ കളിയിൽ അവർ വീണുപോയി. ഗാലറ്റസറായിൽ നിന്ന് അപ്രതീക്ഷിത അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീക്കെൻഡിൽ അവർക്ക് പ്രീമിയർ ലീഗിൽ ആദ്യ തോൽവി കിട്ടി. ഇപ്പോൾ ഇതാ UCL ആദ്യ തോൽവി കിട്ടിയിരിക്കുന്നു. ആർനെ സ്ലോട്ട് ഉടൻ തന്നെ കാര്യങ്ങൾ പരിഹരിക്കും. അവർ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ ഒറ്റക്കളി തോറ്റത് കൊണ്ടൊന്നും ആരും ലിവർപൂളിനെ എഴുതി തള്ളിയില്ല. 5ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്. റയൽ ഇപ്പം ലലീഗയിൽ പരാജയപ്പെട്ടു മാഡ്രിഡ് ഡെർബിയിൽ. പക്ഷേ അതിൻ്റെ ഭാരമൊക്കെ ഇറക്കി വെച്ചു. കൈറാത്തിനെതിരെ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോൾ കൈറാത്തിനെതിരെയുള്ള കളി കൊണ്ട് മാത്രം നമുക്ക് റയലിനെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് റയൽ മാഡ്രിഡാണ്, UCL ആണ്. അവർക്ക് തീർച്ചയായിട്ടും ആധിപത്യമുണ്ട്. അവരെ നമ്മൾ വലിയ രൂപത്തിലൊരു ഫേവറേറ്റുകളായിട്ട് കാണുന്നു. ബാഴ്സലോണയാണ് 4ാം സ്ഥാനത്ത്.
കഴിഞ്ഞ പവർ റാങ്കിൽ രണ്ടാമത് നിന്ന ബാഴ്സലോണയാണ്. അപ്പോൾ ഈ കളിയിൽ PSG യോട് അവർ 2-1 പരാജയപ്പെട്ടു. PSG രണ്ടാം പകുതിയിലൊക്കെ തീർച്ചയായിട്ടും അവർ ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ മികവ് കാണിച്ചേ പറ്റൂ എങ്കിലാണ് ബാഴ്സയ്ക്ക് നമുക്ക് വലിയ ഒരു സാധ്യത കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക് പിന്നെ ഗോളടിച്ച് തിമിർക്കുന്ന ഒരു കാഴ്ചയാണ്. അത് തുടരുകയാണ്. പഫോസിനെതിരെ 5-1 വിജയിച്ചു. ബയേൺ മ്യൂണിക്കും ഹാരി കെയ്നും ഗോളടിച്ച് തിമിർക്കുന്നു. മൂന്നാം സ്ഥാനത്ത് ബയേൺ വരുമ്പോൾ രണ്ടാം സ്ഥാനത്താണ് ആഴ്സണലുള്ളത്. ഗബ്രിയൽ മാർട്ടിനെല്ലി എന്തൊരു തുടക്കമാണ് അദ്ദേഹത്തിന് ഇത്തവണത്തെ UCL ലഭിച്ചിരിക്കുന്നത്. വളരെ ഡിസിസീവായിട്ടുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ആഴ്സണൽ ഒളിമ്പിയാക്കോസിനെ 2-0 തോൽപ്പിച്ചിരിക്കുന്നു. അവർ മികച്ച തുടക്കമിട്ടിരിക്കുന്നു. പതിവ് പോലെ തന്നെ ആഴ്സണലിന് നമ്മൾ വലിയ പ്രതീക്ഷയിലാണ് ഇത്തവണയും കാണുന്നത്. പാരീസ് സെന്റ് ജെർമനാണ് ഒന്നാമത്. എന്താ തർക്കം? PSG ബാഴ്സലോണയെ അവരുടെ മണ്ണിൽ പോയി തോൽപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെ താരങ്ങളില്ല എന്നുള്ളതൊന്നും അവരെ ബാധിക്കുന്നില്ല എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമായി നമ്മൾ കാണുകയാണ്. സോ ഇത്തവണത്തെ UCL പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജെർമൻ. നിങ്ങൾക്ക് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.